ഇപ്പോൾ ലോമശ മഹർഷി ധർമ്മപുത്രരുടെ ആശ്രമത്തിൽ ചെന്ന് ഈ സുഖവിവരങ്ങൾ ധർമ്മപുത്രരെയും ഭീമനെയും, ഭീമനുണ്ടായിരുന്നു അർജുനനെ കാണാത്ത ഉള്ള പലപ്പോഴും അർജുനനുമായിട്ട് അഭിപ്രായ വ്യത്യാസവും വഴക്കും ശുണ്ഠിയെടുത്ത് മാറിയിരിക്കലും ഒക്കെ ഉണ്ട് ഭീമന്. പക്ഷെ ഇവര് തമ്മിലേ, ഈ പാണ്ഡവര് തമ്മില് ഈ ഒരു ബലത്തിന്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു വാശിയോ വഴക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. ഓരോരുത്തർക്കും കാട്ടിൽ വെച്ച് ഓരോരുത്തർക്കും ഓരോ ഭാര്യമാരുണ്ടായിരുന്നുവെങ്കിൽ അങ്ങനെ ഉണ്ടായേനെ. അത് കുന്തിയുടെ ബുദ്ധി കൊണ്ട് സംഭവിക്കാഞ്ഞതാണ്. പരസ്പരം അംഗീകരിക്കുന്ന ഒരു സാഹോദര്യം തന്നെയായിരുന്നു. പരസ്പരം അംഗീകരിച്ചാണ്. ഭീമൻ മാത്രം ഇങ്ങനെ ഒരു ചുണ്ടി എടുക്കും. ഭീമൻ്റെ ചുണ്ടി ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് താനും. ആ ചുണ്ടി എടുക്കുമ്പോൾ പറയുന്നതൊക്കെ വളരെ ധാർമ്മികമായ, വളരെ ആലോചിച്ച് പറയുന്ന കാര്യങ്ങളാണ്, സ്വീകാര്യവുമാണ്. ധർമ്മപുത്രർ അല്ലാത്തവർക്കാണെങ്കിൽ അതൊക്കെ സ്വീകാര്യമായിരുന്നു ഭീമൻ പറഞ്ഞത്. ധർമ്മപുത്ര ആയതുകൊണ്ടാണ് അത് സ്വീകാര്യമല്ലാതെ വന്നത്. കാരണം സത്യത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചലിക്കില്ല. രാജാവിന് ചിലപ്പോൾ തന്ത്രപരമായി സത്യത്തിൽ നിന്ന് വ്യതിചലിക്കേണ്ടിയും വരും. ഇദ്ദേഹം സത്യത്തിൽ നിന്ന് എന്തു വന്നാലും, ഏത് തരത്തിലുള്ള ദുഃഖത്തിന് വിധേയനായാലും സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുക ഇല്ല എന്ന ദൃഢനിശ്ചയമുള്ള രാജാവായിരുന്നു. അതുകൊണ്ടാണ് ഭീമൻ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശങ്ങളൊന്നും അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാതെ വന്നത്. പാഞ്ചാലി കൊടുത്ത ഉപദേശവും അദ്ദേഹത്തിന് സ്വീകാര്യമല്ലാതെ വന്നത്. അതൊന്നും കേവലം അധാർമികമായ ഉപദേശങ്ങളായിരുന്നില്ല. അവരൊക്കെ അധാർമികത്വമുള്ള വ്യക്തികളുമായിരുന്നില്ല. പക്ഷേ അത് ഇദ്ദേഹത്തിന് സ്വീകാര്യമായിരുന്നില്ല. അദ്ദേഹത്തിന് സത്യം ലംഘിക്കുന്നതിനേക്കാൾ ഉത്തമം മരണം എന്ന് വിചാരിക്കുന്ന ഒരു അപൂർവമായ ജീവിതമുള്ള ആളായിരുന്നു. അതായിരുന്നു ഇതിൻ്റെ കാരണം. അപ്പോൾ അവരോട് ചെന്നിട്ട് അർജുനൻ്റെ സുഖവിവരങ്ങൾ അങ്ങ് അറിയിക്കണം. അതുകൊണ്ട് ഞാൻ അങ്ങയെ സരസ്വതീ നദീതീരത്തുള്ള കാമ്യകവനത്തിലെ ധർമ്മപുത്രരുടെ ആശ്രമത്തിലേക്ക് വിനയപൂർവ്വം നിയോഗിക്കുകയാണ് എന്ന് പറഞ്ഞു. ലോമശനും അത് സന്തോഷമായി. എന്തായാലും ധർമ്മപുത്രരെ കണ്ടിട്ടും കാലം കുറയായി, അദ്ദേഹത്തെ ഒന്ന് കാണുകയും ചെയ്യാം. അങ്ങനെ സന്ദർശിച്ചതിന് ശേഷം അങ്ങ് ചെയ്യേണ്ടുന്ന മറ്റൊരു കർമ്മമുണ്ട്. അത് ഹസ്തിനപുരിയിൽ ചെന്ന് ധൃതരാഷ്ട്രരെ ദുര്യോധനൻ്റെ മുമ്പിൽ വെച്ച് കാണുകയാണ്. എന്നിട്ട് ദുര്യോധനൻ കേൾക്കെ ധൃതരാഷ്ട്രരോട് ഹിമാലയത്തിൻ്റെ അന്തിമ കൊടുമുടിയിൽ ഇദ്ദേഹം പ്രവേശിച്ചെന്നും അർജുനൻ പ്രവേശിച്ചെന്നും അയാൾ ദേവന്മാരിൽ നിന്ന് ദിവ്യമായ ആയുധങ്ങൾ, അതായത് ശിവനെ പ്രസാദിപ്പിച്ച് പ്രത്യക്ഷപ്പെടുത്തി, തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി ശിവനിൽ നിന്ന് ശിവൻ്റെ ആയുധമായ പാശുപതാസ്ത്രം കരസ്ഥമാക്കിയെന്നും യമൻ്റെയും വരുണൻ്റെയും കുബേരൻ്റെയും സ്വന്തം ആയുധങ്ങൾ അദ്ദേഹം കരസ്ഥമാക്കി എന്നും ഇപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ച് എന്നോടുകൂടി ഇവിടെ സസുഖം വസിക്കുന്നു എന്നുമുള്ള വിവരങ്ങൾ അങ്ങ് അവരെ അറിയിക്കണം. ഇപ്പോൾ നേരത്തെ ചോദിച്ചില്ലേ, ഈ അർജുനൻ ഇത്തരം ആയുധങ്ങൾ സമ്പാദിച്ചതെല്ലാം അവരറിഞ്ഞോ എന്ന് ചോദിച്ചു. അവരറിഞ്ഞു. അതറിയിക്കാൻ ദേവേന്ദ്രൻ തന്നെ ലോമശ മഹർഷിയെ നിയോഗിക്കുകയും ചെയ്തു. ശരീരം മുഴുവനും രോമം കൊണ്ട് നിറഞ്ഞ ഒരു മഹർഷിയായിരുന്നു അത്. അതാണ് ലോമശൻ. ലോമം എന്ന് വെച്ചാൽ രോമം എന്ന് തന്നെ അർത്ഥം. രോമശൻ എന്ന് പറഞ്ഞാലും വിരോധമൊന്നുമില്ല, വ്യാകരണത്തെറ്റുമില്ല, വേറെ പദപരമായ പ്രമാദങ്ങളും അതിനകത്ത് സംഭവിക്കുന്നില്ല. അങ്ങനെ ലോമശനിലൂടെ ഇതുവരെ അറിഞ്ഞിരുന്നു. ഇങ്ങനെ സ്വർഗത്തിലെത്തിയെന്നും ഈ 5 ദേവന്മാരിൽ നിന്ന് അവരുടെ സ്വന്തം ആയുധങ്ങൾ കരസ്ഥമാക്കി എന്ന് പറഞ്ഞ് കേട്ടതോടുകൂടി ധൃതരാഷ്ട്രബോധം കിട്ടുന്നതിലംബദിച്ചു. ലോമശ മഹർഷി അതോടുകൂടി അവിടെ നിന്ന് നിഷ്ക്രമിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിന് ബോധം വരാൻ നേരം വരെ അദ്ദേഹം കാത്തു നിന്നില്ല. കാരണം ഇത് കൂടെ ഉണ്ടാവാറുള്ളതാണ് ഈ ബോധക്കേട്. അതുകൊണ്ട് അദ്ദേഹം കാത്തു നിന്നില്ല അതിന്. അപ്പോഴേക്കും വിതുരർ ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്ന് മുഖത്തൊക്കെ തെളിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തി. അപ്പോൾ ചോദിച്ചു, തപ്പി നോക്കിയിട്ട് ചോദിച്ചു, അദ്ദേഹം പോയോ എന്ന് ചോദിച്ചു. അദ്ദേഹം പോയി. അല്ല വിതുര, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ മക്കളെ അർജുനൻ വന്ന് അവൻ്റെ അമ്പയേറ്റ് എൻ്റെ 100 മക്കളും മരിക്കും ഇല്ലേ? 100 മക്കളും മരിക്കുമല്ലോ, അതിന് സംശയമൊന്നുമില്ല. ഈ 100 മക്കളും മരിക്കും എന്ന് പറഞ്ഞ് കേൾക്കാനല്ല ഇദ്ദേഹം ആഗ്രഹിച്ച് ചോദിക്കുന്നതേ. വിതുരൻ അങ്ങോട്ട് വെട്ടി തുറന്ന് പറഞ്ഞു 100 മക്കളും മരിക്കുമെന്ന്. എങ്കിൽ നീ പോ, ആ സഞ്ജയനോട് വരാൻ പറ എന്ന് പറഞ്ഞു. സഞ്ജയൻ കുറച്ചുകൂടെ സൗമ്യമായ കാര്യങ്ങൾ പറയണം.
സഞ്ജയൻ വന്നു. പറഞ്ഞു, സഞ്ജയ നീ അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? അല്ല, എൻ്റെ അനുജൻ്റെ പുത്രൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അത്രേ. ആ പ്രവേശിച്ചു അത്രയെന്നല്ല, അദ്ദേഹം പ്രവേശിച്ചു. അപ്പോൾ നീ അറിഞ്ഞില്ല? ആ ഞാൻ അറിഞ്ഞു. അതെങ്ങനെ അറിഞ്ഞു? ഇതൊക്കെ നാട്ടിൽ പാട്ടില്ല, അങ്ങ് മാത്രമേ ഇത് അറിയാതെ ഉള്ളൂ. ഓ അപ്പോൾ നീ അറിഞ്ഞു? ആ ഞാൻ അറിഞ്ഞു. ഇനിയിപ്പോൾ എന്താ നമ്മൾ ചെയ്യുക? എൻ്റെ 100 മക്കൾക്കും ജീവിച്ചിരിക്കാൻ ഒരു മാർഗം നീ പറ. ഇതെല്ലാം അങ്ങയുടെ കൊള്ളരായ്മ കൊണ്ട് സംഭവിച്ചതാണ്. വിതുരർ അത് പറഞ്ഞില്ല. ഇതെല്ലാം അങ്ങയുടെ കൊള്ളരായ്മ കൊണ്ട് സംഭവിച്ചതാണ്. അവൻ ഓരോ അകൃത്യങ്ങൾ വന്ന് പറയുമ്പോഴും അങ്ങ് ഉത്സാഹത്തോടുകൂടി ചിരിച്ചുകൊണ്ട് ആ അകൃത്യങ്ങൾക്കൊക്കെ അനുവാദം കൊടുത്തില്ലേ? കൊടുത്തു. അതുകൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം. അപ്പോൾ സ്വന്തം മക്കളെ താൻ തന്നെ കൊല്ലിക്കുകയായിരുന്നു. തൻ്റെ മക്കളെ താൻ തന്നെ കുരുതിക്ക് കൊടുക്കുകയായിരുന്നു. അവരെ അകൃത്യങ്ങളിലേക്ക് നിയോഗിച്ച്, അവരെ അകൃത്യങ്ങളിൽ നിന്ന് വ്യാവർത്തിപ്പിച്ച് നിർത്താതെ അകൃത്യങ്ങളിലേക്ക് നിയോഗിച്ച് അവരെ കൊല്ലിക്കാനുള്ള വിദ്യകൾ മുഴുവനും അങ്ങ് തന്നെ ചെയ്തു വെച്ചതാണ്. അനുഭവിച്ചോ എന്ന് പറയും. ഒന്നും മിണ്ടാതെ കൈകാലുകൾ വിറച്ച് വൃദ്ധൻ അവിടെ ഇരുന്നു. എന്നത്രയും ഭാഗം ഈ സമയത്ത് എന്തായിരുന്നു ഇവരുടെ സ്ഥിതി എന്നറിയിക്കാൻ വേണ്ടി വ്യാസൻ ഇതിൻ്റെ ഇടയ്ക്ക് വർണ്ണിക്കുന്നുണ്ട്. ഇന്നലെ ഇതിനു മുമ്പ് അർജുനൻ ഉർവശിയുടെ നൃത്തം കണ്ടിരുന്നതിനെ സംബന്ധിച്ചും ആ നൃത്ത സമയത്ത് സവിശേഷമായ ശ്രദ്ധയോടുകൂടി ഉർവശിയെ ശ്രദ്ധിച്ചിരുന്നതും നാം പറഞ്ഞു കഴിഞ്ഞു. ഇത് ദേവേന്ദ്രൻ്റെ ദൃഷ്ടിയിൽ പെട്ടു. ദേവേന്ദ്രന് എത്രയാണ് ദൃഷ്ടികൾ? സഹസ്രമാണ്. എപ്പോഴും അത് ശരീരത്തിൽ കാണാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ദൃഷ്ടിക്കകത്ത് തന്നെ എത്ര ദൃഷ്ടികളുണ്ട്? 1000 ദൃഷ്ടികൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് തൻ്റെ ചുറ്റിനും എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരം അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ടിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ ആലോചനാശേഷിയെ, ബുദ്ധിശക്തിയെ, മേധാശക്തിയെ ദ്യോതിപ്പിക്കാൻ വേണ്ടി ഉള്ളതും കൂടിയാണ് ഈ 1000 കണ്ണുകൾ. പിന്നെ അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വിടർത്തമുണ്ട്. അദ്ദേഹത്തിന് ചെറിയ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വലിയ വിടർത്തമെന്ന് തന്നെയാണ് അർത്ഥം. അദ്ദേഹത്തിൻ്റെ വലിയ വിടർത്തത്തെ സൂചിപ്പിക്കാനും കൂടിയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ 1000 കണ്ണുകൾ. അപ്പോൾ 1000 കണ്ണുകളുള്ള അദ്ദേഹം എന്ത് കണ്ടു? ഈ വളരെ സാകൂതമായി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ താല്പര്യത്തോടുകൂടി, ആസക്തിയുണ്ട് എന്ന് കാണുന്നയാൾക്ക് തോന്നും വിധത്തിൽ ഇദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ഉർവശിയെ. അപ്പോൾ ചിത്രസേനനെ വിളിച്ചു. ചിത്രസേനനാണ് ഇദ്ദേഹത്തെ നൃത്ത, ഗീത, വാദ്യങ്ങൾ പഠിപ്പിച്ച് അതിൽ അതുല്യ പ്രതിഭയാക്കി മാറ്റിയത്. ചിത്രസേനനാണ്. ചിത്രസേനോട് പറഞ്ഞു, ഉർവശിയോട് രാത്രിയിൽ അർജുനൻ താമസിക്കുന്ന കൊട്ടാരത്തിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞതായി പറയൂ. ചിത്രസേനൻ ചെന്ന് ഉർവശിയോട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോൾ രാത്രിയിൽ ഇദ്ദേഹം താമസിക്കുന്ന കൊട്ടാരത്തിൻ്റെ വാതിൽക്കൽ ഒരു തട്ട്, ഒരു മുട്ട, ഒരു കൊട്ട ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഉർവശി പേടിച്ചു പോയി. പേടിക്കത്തക്ക വിധത്തിൽ രൂപവികൃതമുള്ളതുകൊണ്ട് പേടിച്ചതല്ല. ഉർവശി അപ്പോൾ ആ സമയത്ത് അവിടെ വരേണ്ട കാര്യമെന്ത് എന്നോർത്തിട്ടാണ് അദ്ദേഹം ഭയപ്പെട്ടത്. വളരെ ബഹുമാനത്തോടുകൂടി കയറ്റിയിരുത്തി ഉപചാരങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ദേവേന്ദ്രൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു, ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവി എന്ന് പാടിയില്ല. പാടത്തക്ക വിധത്തിൽ ഉള്ള ഒരു അന്തരീക്ഷം അവിടെ ഉർവശി സൃഷ്ടിച്ചു. അപ്പോൾ അർജുനൻ പറഞ്ഞ, അയ്യോ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമോ ആ തരത്തിലുള്ള ഒരു വിചാരഗതിയോ എൻ്റെ ഹൃദയത്തെ തീണ്ടുക പോലും ചെയ്തിട്ടില്ല. നീയാളെന്തിനാ നോക്കിയത്? നോക്കി എന്നുള്ളതാണ്. അത് തന്നെ ചോദിച്ചു, എന്തുകൊണ്ടാണ് പിന്നെ നീ എന്നെ സാകൂതം നോക്കി? ഈ നോട്ടം ഉർവശി ശ്രദ്ധിച്ചു. ഈ നോട്ടം ഉർവശി ശ്രദ്ധിക്കുമെന്നുള്ള ഉർവശി ശ്രദ്ധിച്ചു. എന്തിനാണ് നോക്കിയത്? നൃത്തം ചെയ്യുന്നതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ, നല്ല നർത്തകികളാണെങ്കിൽ ശ്രദ്ധിക്കാൻ, ആരൊക്കെയാണ് നൃത്തം ആസ്വദിക്കാതിരിക്കുന്നതെന്ന് നല്ല നർത്തകിക്ക് മനസ്സിലാകും. ആരൊക്കെയാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാകും. ആരൊക്കെയാണ് തൻ്റെ നൃത്തമല്ലാതെ തൻ്റെ ശരീരത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും കൂടി നല്ല നർത്തകിക്ക് മനസ്സിലാകും. അപ്പോൾ ചോദിച്ചു, പിന്നെ എന്തിനാണ് നീ എൻ്റെ ശരീരത്തിൽ കൊണ്ടുവന്ന് നിൻ്റെ കണ്ണുകൾ കുഴിച്ചിട്ടത്?
അപ്പോൾ പറഞ്ഞു, മാതാവേ എന്നാണ് വിളിച്ചത്. കിടിലം കൊണ്ടുപോയി. ആര്? ഉർവശി. മാതാവേ, അങ്ങ് ഞങ്ങളുടെ വംശജനനിയാണ്. ഞങ്ങളുടെ ജനനിയെ ഞാൻ നല്ലതുപോലെ കാണുകയായിരുന്നു. അതാണ് കാര്യം. അല്ലാണ്ട് ഉർവശി വിചാരിച്ചതോ അല്ലെങ്കിൽ ദേവേന്ദ്രൻ അബദ്ധത്തിൽ വിചാരിച്ചു പോയതോ അല്ല ഇദ്ദേഹത്തിൻ്റെ നോട്ടത്തിൻ്റെ അടിസ്ഥാനം. പിന്നെ എന്താണ്? അവരുടെ പൂർവവംശത്തിൻ്റെ, പൗരവ വംശത്തിൻ്റെ വംശജനനിയാണ്. ചന്ദ്രവംശം ഇവരിൽ നിന്നാണ് ഉണ്ടായത്. ഇവരിൽ നിന്നാണ് അഭിവൃദ്ധി പ്രാപിച്ചു പോകുന്നത്. പുരൂരുവസും ഉർവശിയും തമ്മിലുള്ള പ്രേമം അതും ഇതുപോലെ ഒരു നൃത്തത്തിൽ സംഭവിച്ചതാണ്. അപ്പോൾ ഞങ്ങളുടെ വംശജനനിയെ ഞാൻ നല്ലതുപോലെ കാണുകയായിരുന്നു. അവിടുന്ന് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് ഇത്തരം വാക്കുകൾ എന്നോട് പറയരുത്. ഇവിടെ ചില നിരൂപകന്മാർ ഈഡിപ്പസ് കോംപ്ലക്സ് ആരോപിച്ചിട്ടുണ്ട്. ഈഡിപ്പസ് കോംപ്ലക്സും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇത് ഈ നിത്യ യൗവനത്തോട്, യൗവനത്തിന് മറ്റൊരു യൗവനത്തോട് യൗവനകാലത്ത് തോന്നുന്ന ഒരു അതിസൂക്ഷ്മമായ അജയ്യമായ ഒരു വികാരത്തിൻ്റെ പ്രതീകം എന്ന നിലയിൽ വരികയാണ് ഉർവശി. പലപ്പോഴും ഈ ഭാവനാശാലികളായ പുരാണകർത്താക്കൾ പ്രതീകങ്ങൾ കൊണ്ടാണ് പുരാണങ്ങളിൽ വികാരങ്ങൾ പ്രവചനം ചെയ്യുന്നത്. അപ്പോൾ കഥാപാത്രങ്ങൾക്ക് ഏതെങ്കിലും വികാരത്തിൻ്റെയോ ഏതെങ്കിലും ഭാവത്തിൻ്റെയോ ഏതെങ്കിലും ചിത്തവൃത്തിയുടെയോ പ്രതീകങ്ങളായി വരും. ദേവവർഗത്തെ സംബന്ധിച്ചുള്ള ഗ്രീക്ക് കഥയുണ്ട്, ഗ്രീക്ക് പുരാണ കഥയുണ്ട്. ആ ഗ്രീക്ക് പുരാണ കഥയിൽ യുറാനസ് എന്ന ആകാശത്തിൻ്റെയും ഗേയ എന്ന ഭൂമിയുടെയും മക്കളാണ് ദേവന്മാരെന്ന് പറയും. അപ്പോൾ യുറാനസ് അവിടെ ഒരു പ്രതീകമായി നിൽക്കുകയാണ്. എന്തിൻ്റെ പ്രതീകം? ആദ്യ പിതാവിൻ്റെ പ്രതീകം. യുറാനസ് എന്ന് വെച്ചാൽ ആകാശം എന്നാണ് അർത്ഥം. സ്വർഗമെന്നും അർത്ഥമുണ്ട്. അപ്പോൾ യുറാനസായ സ്വർഗം ഗേയയായ, ഈ ഗേയ എന്നുള്ള വാക്കിൽ നിന്നാണ് എന്ത് വാക്കുണ്ടാകുന്ന? ലാറ്റിനിലെ ഗേയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലാറ്റിനിലെ ജിയോ ഉച്ചരിച്ച് തെറ്റിച്ചതാണ് ജിയോ എന്ന പദം ഉണ്ടാകുന്നത്. ജിയോ എന്ന് വെച്ചാൽ എന്താണ്? ജിയോളജി, ജിയോഗ്രഫി, ജോർജ്. ജോർജ് എന്ന് വെച്ചാൽ ഭൂമിയുടെ അധിപൻ എന്നാണ് അർത്ഥം. ജോർജ് രാജാവ്, ജോർജ് ഫെർണാണ്ടസ് രാജാവല്ലെങ്കിലും. അപ്പോൾ ജോർജ് എന്നുള്ള പദം അങ്ങനെയാണ് ഉൽപ്പന്നമാകുന്നത്. അതാണ് ഗേയ. ഗിയോ എന്നും വായിക്കാം, ജിയോ എന്നും വായിക്കാം. പലതരം വായനകൾ വന്നതുകൊണ്ട് പറ്റിയതാണ്. അപ്പോൾ ജിയോ എന്ന ഭൂമിയിൽ യുറാനസ് എന്ന ആകാശത്തിന്, സ്വർഗത്തിന് ഉണ്ടായ ആദ്യത്തെ മകനായിരുന്നു ക്രോണോസ്. ക്രോണോസ് എന്ന് വെച്ചാൽ ഗ്രീക്ക് ഭാഷയിൽ അർത്ഥം കാലം എന്നാണ്. അപ്പോൾ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മകനായി കാലം ജനിച്ചു എന്നാണ്. അത് ഗംഭീരമായ കൽപ്പനയല്ലേ? ഗ്രീക്ക് പുരാണത്തിലുള്ളതാണ്. അപ്പോൾ ഇത് ആദിമ പിതാവിൻ്റെയും ആദിമ മാതാവിൻ്റെയും പ്രതീകമായിട്ട് സ്വർഗത്തെയും ഭൂമിയെയും സങ്കല്പിച്ച് കഥയുണ്ടാക്കിയതാണ്. ഈ ക്രോണോസ് ആദ്യത്തെ സൃഷ്ടിയാണല്ലോ. ക്രോണോസ് വേറെ സ്ത്രീകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിയ എന്ന് പറയുന്ന സഹോദരിയെ തന്നെ വിവാഹം കഴിച്ചു. ടോളമി വിവാഹം കഴിച്ചത് ആരെയായിരുന്നു? ടോളമി രാജാവ്, ഈജിപ്തിലെ ടോളമി രാജാവ് വിവാഹം കഴിച്ചത് ടോളമിയുടെ സഹോദരിയെ തന്നെയായിരുന്നു. നേരത്തെ ശ്വേതകേതുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ, ചിലപ്പോൾ പറഞ്ഞിട്ടില്ലായിരിക്കും അല്ലേ, ശ്വേതകേതുവിൻ്റെ കഥ പറഞ്ഞപ്പോൾ സ്ത്രീകളൊക്കെ അന്ന് അനാവൃതകളായിരുന്നു. അതായത് ഏകഭർത്തൃത്വം, അതുപോലത്തെ ഉള്ളൊരവസ്ഥയിൽ അവസ്ഥ സങ്കല്പിക്കുകയാണ് ഗ്രീക്ക് പുരാണ കർത്താവ്. അപ്പോൾ റിയ എന്ന് പറയുന്ന സഹോദരിയെ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നു. റിയ എന്ന് തന്നെയാണോ പേര്? അതെ, റിയ എന്ന് തന്നെയാണ് പേര്. സഹോദരിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. ഇദ്ദേഹം ഈ യുറാനസ് പിന്നീടുണ്ടായ മക്കളെയൊക്കെ, അവരൊക്കെ രാക്ഷസ രൂപികളായിരുന്നു.
ഇപ്പം രാക്ഷസരൂപികളായ മക്കളോട് അദ്ദേഹത്തിന് ഒരു ദർശനപരമായ അസുഖം തോന്നിയതുകൊണ്ട്, കാഴ്ചയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അവരെ കെടുത്ത് വിഴുങ്ങുകളെ. നല്ല അച്ഛൻ, നല്ല ഒരു മാതൃകാ പിതാവ്. ഭാരതത്തിൽ അങ്ങനെ സങ്കല്പിക്കുന്നത് വളരെ അപൂർവമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ ആസുരപ്രഭാവന്മാരായ ഋഷികൾ മാത്രമേ അങ്ങനെ സങ്കല്പിക്കൂ. അപ്പോൾ പിതാവ് തന്നെ പുത്രന്മാരെയൊക്കെ എടുത്ത് വിഴുങ്ങുകളെ. അപ്പോൾ അമ്മ മകനോട് പറഞ്ഞ്, ഈ അച്ഛൻ ഇങ്ങനെ പുത്രന്മാരെയൊക്കെ, നിൻ്റെ അനുജന്മാരെയൊക്കെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു, നിൻ്റെ ചേട്ടന്മാരെയും വിഴുങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ മാർഗം? അതിനെന്തെങ്കിലും നീ മാർഗമുണ്ടാക്കണം. അങ്ങനെ ക്രോണോസിനുണ്ടാകുന്ന, റിയയിലുണ്ടാകുന്ന മകനാണ് സ്യൂസ്. ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും പ്രമുഖനായ ദേവൻ സ്യൂസ്. അങ്ങനെ സ്യൂസിൻ്റെ സഹായത്തോടെ ക്രോണോസ് ഇദ്ദേഹത്തെ വീര്യം കൊണ്ട് തോൽപ്പിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് വീര്യത്തിൻ്റെ ഇരിപ്പിടമെന്ന് സങ്കല്പിച്ചിരുന്ന അദ്ദേഹത്തെ ജനനേന്ദ്രിയം ഛേദിച്ചെറിഞ്ഞു കളഞ്ഞു. ആ ജനനേന്ദ്രിയം ചെന്ന് വീണ സ്ഥലമാണ് കടൽ എന്നും സങ്കല്പിച്ചു. പിന്നീട് സ്യൂസ് അദ്ദേഹത്തിൻ്റെ പിതാവിനെ വധിച്ച് അധികാരം കയ്യിലെടുത്ത് സ്യൂസ് ദേവവർഗത്തിൻ്റെ ചക്രവർത്തിയായി തീർന്നു. ഇതെല്ലാം പ്രതീകങ്ങളാണ്, ഇതെല്ലാം സിംബൽസാണ്. ഒരു ലോകപ്രസിദ്ധനായ ജർമ്മൻ ചിന്തകനുണ്ട്, കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഏൺസ്റ്റ് കാസിറർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മിത്ത്, സിംബൽ ആൻഡ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് അതിമഹത്തായ അതിഗംഭീരമായൊരു കൃതിയുണ്ട്. മിത്തിനെക്കുറിച്ചും പുരാവൃത്തങ്ങളെക്കുറിച്ചും പ്രതീകങ്ങളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഉള്ള പഠനമാണ്. അതിൽ പറയും എങ്ങനെയാണ് സിംബലുകൾ ആവിർഭവിക്കുന്നതെന്ന്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ഈ ഗ്രീക്ക് പുരാവൃത്തങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതുകൊണ്ടും അത് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇത് വ്യാഖ്യാനിക്കുന്നതിന് നമുക്ക് അദ്ദേഹത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനമാണ് ഏറ്റവും പൂർണ്ണം എന്നതുകൊണ്ട് അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സിംബലുകൾ കൊണ്ട് കൈകാര്യം ചെയ്യാണ്. അങ്ങനെ ഒരു സിംബലാണ് ഉർവശി. സിംബലുമാണ്, അതേ സമയത്ത് തന്നെ ഒരു വ്യക്തിയുമാണ്, അതേ സമയത്ത് തന്നെ ഒരു സ്ത്രീയുമാണ്. പക്ഷേ നിത്യ യുവത്വത്തിൻ്റെ ഇമേജാണ്, നിത്യ യുവത്വത്തിൻ്റെ ഛായയാണ്, നിത്യ യുവത്വത്തിൻ്റെ മൂർത്തിയാണ്. ഇവരെല്ലാവരും അതെ. മേനകാരംഭ തിലോത്തമ ഉർവശി. ഈ അപ്സരസ് വർഗം എന്ന് വെച്ചാൽ ഈ കിന്നര കിംപുരുഷന്മാരെ പോലെയുള്ള ഒരു മനുഷ്യാതീതമായ വർഗ്ഗം. പെണ്ണുങ്ങൾ മാത്രമല്ല അതിനകത്തുള്ളത്. നമ്മൾ കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നും. അപ്സരസുകളിൽ ആണുങ്ങളും ഉണ്ട്. അപ്പൊ അവരുടെ അപ്സരന്മാർ എന്ന് പറയുമ്പോൾ കാര്യം കഴിഞ്ഞു. സകാരം പെട്ടുകളഞ്ഞ അകാരാന്തമായിട്ട് എടുത്താൽ പൊതുവെ ധാരണ വരുന്നിരിക്കുന്നത് സ്ത്രീകൾ നർത്തകികൾ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പുരുഷന്മാരുടെ കൂട്ടത്തിൽ നർത്തകന്മാരുണ്ട്. ഗന്ധർവന്മാർ നർത്തകന്മാരുമാണ്, പാട്ടുകാരുമാണ്. കിന്നരന്മാർ നർത്തകന്മാരുമാണ്, പാട്ടുകാരുമാണ്. അവർ ഉപകരണ സംഗീതത്തിലായിരുന്നു ഏറ്റവും വിദഗ്ധന്മാരെന്നേ ഉള്ളൂ. പക്ഷേ വാഗൊണ്ട് പാടാനും അവർക്ക് സാധിക്കും. വായ്പാട്ടുകാരുമാണ് കിന്നരന്മാർ. അവരുടെ ഒരു വീണയുടെ പേര് കിന്നര വീണ എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു വീണയ്ക്ക് അങ്ങനെ ഒരു വിഭാഗമുണ്ട്, കിന്നര വീണ. കിംപുരുഷന്മാരും പാടുന്നവരാണ്. ഈ കിന്നരന്മാരും നൃത്തം ചെയ്യും, ഗന്ധർവന്മാരും നൃത്തം ചെയ്യും. അപ്പോൾ ഇതൊക്കെ പ്രതീകമായിട്ട് അർത്ഥം ചുരത്താനുള്ള കഴിവും അതിനുണ്ട്. അതല്ലാതെ കേവലം വ്യക്തികളായിട്ടുള്ള ജീവിതവും അവർക്കുണ്ട്. ദേവന്മാരുമാണ്, അതേസമയത്ത് തന്നെ മനുഷ്യന്മാരുമാണ്. എന്താണ് കാരണം? ആരാണ് ദേവന്മാരാകുന്നത്? മനുഷ്യന്മാരുടെ ഉന്നതമായ ജീവിതത്തിൻ്റെ അവസ്ഥയാണ് ദേവാവസ്ഥ. കാരണം മനുഷ്യരിൽ നിന്ന് ഭിന്നന്മാരല്ല ദേവന്മാർ. അപ്പം അങ്ങനെ നിത്യ യുവത്വത്തിൻ്റെ പ്രതീകമായതുകൊണ്ട് ഇവർക്ക് എന്തില്ല? ഇവർക്ക് അമ്മ എന്നുള്ള ഭാവമില്ല. അല്ലാതെ അവിടെ അരുതാത്തതായിട്ടൊന്നുമില്ല, അവിടെ ഇൻസെസ്റ്റ് ഇല്ല. അവിടെയാണ് നിരൂപകന്മാർക്ക് തെറ്റിപ്പോകുന്നത്. ഇൻസെസ്റ്റ് എന്ന് പറയുന്ന എന്താണ്? ഇൻസെസ്റ്റ് അഗമ്യഗമനം, അതാണ് ഇൻസെസ്റ്റ്. ഗമിക്കാൻ പാടില്ലാത്തവരിലേക്ക് ഗമിക്കുക, അവിഹിതമായ ബന്ധം, അവിഹിതമായ ലൈംഗിക ബന്ധം അവിടെ ആരോപിക്കാൻ പാടുള്ളതല്ല. എന്താണ് കാരണം? ഇവർ നിത്യ യുവതിയാണ്. അപ്പോൾ നിത്യ യൗവനത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ത്രീയാണ്. അവർക്ക് പ്രായമാവലില്ല. പ്രായമാവലില്ലാത്തത് കൊണ്ട് അമ്മയുമില്ല, അമ്മയില്ലാത്തത് കൊണ്ട് മക്കളുമില്ല. പുരൂരവസനോട് തന്നെ ഉർവശി പറഞ്ഞതായി വേദം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഋഗ്വേദം.
ലോകത്തിലെ ആദ്യത്തെ അത്യുൽക്കടമായ പ്രേമകഥ, അത്യുൽക്കടമായ പ്രേമത്തിൻ്റെ, വിരഹത്തിൻ്റെ കാതരമായ ഭാവങ്ങളുടെ സമുൽക്കടമായ ആവിഷ്കാരം നാം കാണുന്നത് ഋഗ്വേദത്തിലാണ്. ആ ഒറ്റ പ്രേമകഥ മതി ലോകത്തിന് ജീവിക്കാൻ. ഒറ്റ പ്രേമകഥ കൊണ്ട് തന്നെ എല്ലാ ഇനി ഒരു പ്രേമകഥയും എഴുതണ്ട എന്ന വിധത്തിൽ എല്ലാ കഥകൾക്കും വിരാമം ഇട്ട് കളഞ്ഞു. അതാണ് പുരൂരവസൻ്റെയും ഉർവശിയുടെയും കഥ. ആ പ്രേമകഥയിലെ നായികയാണ്. ഒരു പുരൂരവസനോട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള പ്രേമം തീർന്നു, എനിക്കങ്ങനെ സ്ഥിരമായ പ്രേമമില്ല, നിങ്ങൾ പിന്നെ ഈ പ്രേമം വെച്ചുകൊണ്ടിരിക്കുന്നതിനാണ്, അതുകൊണ്ട് നിങ്ങളെ വിട്ട് ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് സന്തതി ഉണ്ടായി, ആ സന്തതി പരമ്പരകൾ ഇനി നിലനിന്നോളും, നിങ്ങൾ എന്നെ പ്രേമിച്ചിട്ട് യാതൊരു കാര്യമില്ല, എനിക്ക് പ്രേമമില്ല. പിന്നെ ഇതുവരെ എൻ്റെ കൂടെ താമസിച്ചതോ അത് എൻ്റെ ശാപത്തിൻ്റെ മോക്ഷത്തിന് വേണ്ടി ഞാൻ വന്ന് താമസിച്ചതാണ്. ഞങ്ങൾ ആരെയും പ്രേമിക്കുന്നില്ല, ഞങ്ങൾ ആരെയും സ്വീകരിക്കുന്നില്ല, ഞങ്ങളെല്ലാവരെയും സ്വീകരിക്കുന്നു, ഞങ്ങൾക്ക് എല്ലാവരോടും പ്രേമമാണ്. എല്ലാവരോടും പ്രേമമുള്ളവർക്ക് ആരോടും പ്രേമമില്ലെന്നാണ് അർത്ഥം, അല്ലയോ പുരൂരവസേ, നിങ്ങൾ ഒരു മഹാവിഡ്ഢിയാണ് എന്ന് പറഞ്ഞു ഋഷി. അല്ല, ഇതൊരു അമോറൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണോ? അല്ല, പ്രേമം ഉണ്ടെന്ന് തോന്നുകയാണ്, പിന്നെ എങ്ങനെ അമോറൽ എന്നുള്ള അവസ്ഥയാകും? അവർ നിൽക്കുന്ന അതേ സമയം ഒരു പ്രേമവതിയായ സ്ത്രീ, അനുരാഗവതിയായ സ്ത്രീ എങ്ങനെ പെരുമാറുമോ, ഒരു പ്രേമമുള്ള യുവതി എങ്ങനെ പെരുമാറുമോ ആ വിധത്തിൽ പെരുമാറി അവരുടെ എല്ലാ ഇന്ദ്രിയ മോഹങ്ങളെയും സന്ദർപ്പണം ചെയ്യുന്നു. അപ്പോൾ അമോറലല്ല, ഇമ്മോറലുമല്ല, ആമറസാണ് താനും. പക്ഷെ ഒന്നുമില്ല. അതാണ് ലോകേ വിഹര രാഘവ. ലോകത്തിൽ വിഹരിച്ചോളൂ, നിൻ്റെ ഹൃദയത്തിലൊന്നും പറ്റരുത്. താമരയിലയുടെ പുറത്ത് വെള്ളം കിടക്കുകയാണ്. വെള്ളം പോകുമ്പോൾ താമരയിലേക്കൊന്നുമില്ല. നമ്മുടെ മേത്ത് വെള്ളം പറ്റിയാൽ അങ്ങനെയല്ല, നമുക്ക് തുടച്ച് കളയേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ അവിടെ ഉഷ്ണം കൊണ്ട് ഉണങ്ങി പോകേണ്ടി വരും. തോകത്തിൽ വെള്ളം പറ്റിയാൽ അങ്ങനെയല്ല, മറ്റ് ഒരു പദാർത്ഥത്തിനും വെള്ളം പറ്റിയാൽ അങ്ങനെയല്ല. താമരയിലയിലോ ചേമ്പിലയുടെ പുറത്തോ വെള്ളം വീണാൽ അങ്ങനെയാണ്. കിടക്കുമ്പോൾ വെള്ളം അവിടെ ഉണ്ട്, പക്ഷേ വെള്ളം ഊർന്നു പോയി കഴിയുമ്പോഴേക്കും താമരയിലേക്കൊന്നുമില്ല, അതിൽ പറ്റുകയില്ല. അപ്പോൾ താമരയിലയിൽ വെള്ളം പോലെ സ്ഥിതി ചെയ്യാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യണം. നിർലിപ്തകൾ എന്നാണ് അർത്ഥം, മോറൽ എന്നല്ല. നിർലിപ്തകളാണ്. അവരുടെ ഹൃദയത്തിൽ, മറ്റൊരാളുടെ ഹൃദയത്തിലെ വികാരം ലേപനം ചെയ്യപ്പെടുന്നില്ല. നിർലേപകളാണ്, നിർലിപ്തകളാണ്, നിരീഹകളാണ്, നിസ്പൃഹകളാണ്. ഈ 4 സ്വർഗത്തിലെ 4 സർവ്വേശ്യമാർ എന്നാണ് അവർ പറയുന്നത്. വേശ്യ എന്നുള്ളത് അതിൻ്റെ ചീത്തർത്ഥത്തിലല്ല അല്ല അവിടെ പ്രയോഗിക്കുന്നത്. എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്ന രമ്യ സൗധങ്ങളാണ് എന്നാണ് അർത്ഥം. ആർക്കും പ്രവേശിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോകാം, അവരുടെ ആഗ്രഹം പോലെ നടന്നു പോകാം. അതിൽ അശ്ലീല പ്രതീതിയില്ല, അതിലൊരു സദാചാര ഭംഗമില്ല. മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ വരുന്ന വികാരങ്ങളിൽ ദുർവിചാരങ്ങളെന്നും സദ്വികാരങ്ങളെന്നും വേർതിരിക്കാൻ നമ്മളോട് ആര് പറഞ്ഞു? നമ്മളെ സൗകര്യത്തിന് വേണ്ടി വേർതിരിച്ചതാണ്. ദുർവിചാരങ്ങളുമില്ല, സദ്വികാരങ്ങളുമില്ല, പിന്നെ എന്തേ ഉള്ളൂ? വികാരം മാത്രമേ ഉള്ളൂ. ആ വികാരം തന്നെ അനാവശ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ വികാരം തന്നെ അനാവശ്യമായിരുന്നു നമുക്ക് ബോധ്യപ്പെടുമ്പോൾ, നമ്മുടെ തോന്നലായിരുന്നു എന്ന് നാം സാക്ഷാത്കരിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ആത്മസാക്ഷാത്കാരം കിട്ടി. അപ്പോൾ നമ്മളും നിർലേപന്മാരാകും. അങ്ങനെ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ആര്? ഉർവശി. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ വംശപിതാവിനോട് പോലും അവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ മാതാവല്ല, നീ വെറുതെ ഭ്രാന്ത് പറയുകയാണ്, നീ ഭ്രാന്തനാണ്, നിനക്ക് ഉച്ച കിറുക്കാണ്, നീ കിറുക്കനാണെന്ന് പറഞ്ഞു ദ്രൗപദി. ഏത് വംശപിതാവ്, എന്ത് വംശപിതാവ്, ഞങ്ങൾക്കതൊന്നും ബാധകമല്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രീതിയൊന്നും വേറെ. അതുകൊണ്ട് ഞാൻ ഇരിക്കണോ പോണോ എന്ന് ചോദിച്ചു. എന്താണ് നിൻ്റെ നിശ്ചയം? പറഞ്ഞു, എനിക്ക് അമ്മയായിട്ട് മാത്രമേ അങ്ങയെ കാണാനൊക്കൂ, ഞാൻ പിടിച്ചോളാൻ പറഞ്ഞു. ഒരു ശാപം കൊടുത്തു. അതാണ് ഉർവശി ശാപം. ഈ ഇന്ദ്രൻ ഉർവശിയെ അർജുനന്റെ അടുത്തേക്ക് വിട്ടതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അർജുനൻ സുഖഭോഗങ്ങൾ അനുഭവിച്ചോട്ടെ എന്നുള്ള ഒരു അനുവാദമായിരുന്നോ, അതോ പുത്രനെ പരീക്ഷിക്കാനായിട്ട്? അല്ല, അത് അവിടെ പരീക്ഷണമൊന്നുമില്ല. കാരണം ഇവൻ്റെ നോട്ടത്തെ അങ്ങനെയാണ് അദ്ദേഹം ധരിച്ചത്. അങ്ങനെയല്ലാതെ അദ്ദേഹത്തിന് ധരിക്കാൻ സാധിക്കുമായിരുന്നു. വെറും ഭൗതിക ദൃഷ്ടിയിലൂടെ മാത്രമേ ആ സമയത്ത് ചിന്തിച്ചുള്ളൂ.
കൂടുതൽ ചിന്തിച്ചില്ല. നല്ലപോലെ ആലോചിച്ചിരുന്നുവെങ്കിൽ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്യുമായിരുന്നില്ല? സുവർണക്ഷേത്രത്തിലേക്ക് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിവെച്ച് സിഖുകാരെ അംഗരക്ഷകന്മാരുടെ കൂട്ടത്തിൽ വയ്ക്കുമായിരുന്നില്ല. ബുദ്ധിയില്ലാഞ്ഞിട്ടില്ലല്ലോ, ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ ബുദ്ധി കൂടിപ്പോയത് കൊണ്ടാണ് ഇദ്ദേഹത്തിനത് തോന്നിയത്. അത് ആപത്തായിട്ട് തിരികെയും ചെയ്തു. അല്ല, അവിടെ ഇന്ദ്രൻ അർജുനനെ ഒരു പരീക്ഷണ വിധേയനാക്കുകയായിരുന്നു. അങ്ങനെ ഒരു അല്ലല്ല, അതല്ലാതെ തന്നെ അർജുനൻ ബ്രഹ്മചര്യ വ്രതത്തിൽ പരിനിഷ്ഠിതനായി നിൽക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പരീക്ഷിക്കുകയാണെന്ന് വ്യാസൻ പറഞ്ഞിട്ടുമില്ല. പരീക്ഷിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാനുള്ള ഊഹസാധ്യതകൾ, നിഗമന സാധ്യതകളും അദ്ദേഹം, അല്ലെങ്കിൽ അർത്ഥസാധ്യതകളും അവിടെ അദ്ദേഹം നിക്ഷേപിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഊഹിക്കാതെ നിർത്തിയില്ല. കാരണം ഈ ശാപവൃത്താന്തം പിന്നീട് ചെന്ന് അർജുനൻ തന്നെ ഇന്ദ്രനോട് പറയുമായിരുന്നു, എനിക്കിങ്ങനെ ചെല്ലോ, എന്നെ നപുംസകമായി പോട്ടെ എന്ന് ശപിച്ചു. പലരുടെയും പ്രവൃത്തി കാണുമ്പോൾ നമുക്കും തോന്നാറുണ്ട്, ഇതൊക്കെ നപുംസകങ്ങളാണോ എന്ന് നമുക്ക് പോലും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ നപുംസകത്തെ പോലെ ഇരുന്നുകൊണ്ട് അമ്മേ 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 എന്ന് വിളിച്ച് വരുമ്പോൾ അതെന്താകും? വളരെ അനുനാസികമാകും ആ വിളി. അപ്പോൾ മേ 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 എന്ന് മാത്രമേ കേൾക്കുള്ളൂ. അപ്പോൾ ആട് കരയുന്നത് പോലെ ഇരിക്കും. ഇതൊക്കെ കേട്ടിട്ട് ലോകവുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ഉർവശിക്ക് സഹിച്ചില്ല, കൊടുത്തു ശാപം. പക്ഷേ ഈ ഒരു ശാപമായിരിക്കും ഭഗവാൻ കുറെ കഴിഞ്ഞപ്പോൾ അർജുനനെ ഈ ക്ലൈബ്യം മാസ്മകമാന്ന് പറഞ്ഞത്. അപ്പൊ അർജുനൻ അതായിരിക്കും ഓർത്തിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അദ്ദേഹത്തിന്. വിഷാദമൂകനാകുമ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ അമ്മയോടുള്ള ഭക്തി കൊണ്ട് മൂകനായി പോയതാണ്. യുദ്ധാരംഭത്തിൽ വിഷാദം കൊണ്ട് മൂകനായി പോയതാണ്. അവിടെ ഇതാണ് പ്രശ്നം. ഭീഷ്മരോടുള്ള സ്നേഹം, ഭീഷ്മരോടുള്ള ഭക്തി, ഭീഷ്മർ ചെയ്തിട്ടുള്ള സേവനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ഭാവനയിലൂടെ ചലച്ചിത്ര പടത്തിൽ എന്ന പോലെ മിന്നി മറഞ്ഞു. താലോലിച്ചതും പാട്ടുപാടി ഉറക്കിയതും ഭക്ഷണം എടുത്തു കൊടുത്തതും എല്ലാം ഓർത്തു. അങ്ങനത്തെ ഒരാളെ, അതും ഈ പ്രായാധിക്യത്തിൽ 94-ാം വയസ്സിൽ പ്രളയകാല അന്തകനെ പോലെ നിൽക്കുകയാണ് ഈ പഹയൻ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ വധിക്കുന്നത്? അങ്ങനെ വധിക്കാൻ മനസ്സ് വന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ഈ പേരക്കുട്ടിയെ വധിക്കാൻ മനസ്സ് വന്ന് നിൽക്കുന്നു. കലികൊണ്ട്, യുദ്ധക്കലി കൊണ്ട് നിന്ന് അന്തകനെ പോലെ വിറയ്ക്കുകയാണ്. ലോകത്തെ നശിപ്പിക്കാൻ ദണ്ടുമെന്തി പുറപ്പെട്ട അന്തകനെ പോലെ യുദ്ധക്കലി കൊണ്ട്, പേടിയല്ല, ഇദ്ദേഹത്തിന് നേരെ മറിച്ചാണ് വന്നത്. അർജുനൻ്റെ പേടിയാണ് വന്നത്. ഭീഷ്മർക്ക് യുദ്ധത്തിൻ്റെ അംഗക്കലി കൊണ്ട് വേപതുഗാത്രനായി ജ്വലിക്കുന്ന കണ്ണുകളോടുകൂടി നിൽക്കുകയാണ്. അങ്ങനെ പേടിച്ചു പോയി എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ ഒരു ഈ കർമ്മ ക്ലൈബ്യം, അല്ല ശാരീരികമായ ക്ലൈബ്യമല്ല, കർമ്മസംബന്ധമായ ഒരു ക്ലൈബ്യം പലപ്പോഴും ഇന്ന് ഇദ്ദേഹത്തെ ബാധിക്കും. അത് അത്ര തന്നെ ബാധിക്കാറില്ല ധർമ്മപുത്രരെ. കാരണം ആദ്യം കയറി പറയുന്നത് ഈ ലോകം മുഴുവൻ നശിപ്പിച്ചാലും ഞാൻ എൻ്റെ രാജ്യം പിടിച്ചെടുത്ത് കളയുമെന്ന് ഉലൂകനോട് ആദ്യം കയറി പറയുന്നത് അർജുനനല്ല, ധർമ്മപുത്രനാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അഭിരുചി അറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ അഭിരുചിക്കും അഭിപ്രായത്തിനും, ജ്യേഷ്ഠൻ്റെ അഭിരുചിക്കും അഭിപ്രായത്തിനും അനുസൃതമായി ഇദ്ദേഹവും വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചെന്ന് ദേവേന്ദ്രനോട് പറയും, ഇങ്ങനെ എന്നെ ഉർവശി നപുംസകമായി പോട്ടെ എന്ന് ശപിച്ചു. അപ്പോൾ അത് സാരമില്ല, അത് ഞാൻ ശരിയാക്കി തരാം, അത് നിനക്ക് 1 വർഷത്തേക്ക് ഞാൻ ചുരുക്കിത്തരാം എന്ന് പറഞ്ഞു.